നമ്മുടെ ഇന്നത്തെ യാത്ര ജെ മർഫി സാഹിബിൻ്റെ ശവകുടീരത്തിലേക്കാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ മലയോര ഗ്രാമങ്ങളിലെ തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച ഒരു വിദേശിയുടെ കഥ. ആയിരങ്ങൾക്ക് ജീവിതമാർഗമായ റബ്ബർ കൃഷി ഇന്ത്യയിൽ എത്തിച്ച ജോൺ ജോസഫ് മർഫി സാഹിബ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. റബ്ബർ കൃഷിയിലൂടെ ജീവിക്കുന്ന ആരും ചിന്തിച്ചിട്ടുണ്ടോ ആരാണ് കേരളത്തിൽ റബ്ബർ കൃഷി കൊണ്ടുവന്നത്? ഈ റബ്ബർ ഇന്ത്യയിലൊട്ടാകെ ആരംഭിച്ചത് ഒരു അയർലൻഡുകാരനാണ്. 6 മക്കളിൽ ഇളയവനായി 1872 ഒരു സമ്പന്ന കുടുംബത്തിൽ അയർലൻഡിലെ ഡബ്ലിനിലാണ് മർഫി ജനിച്ചത്. 21-ാം വയസ്സിൽ 1897 കേരളത്തിലെത്തി. സ്വന്തമായി ഒരു എസ്റ്റേറ്റ് സ്വന്തമാക്കുക എന്ന സ്വപ്നം മർഫി സാഹിബിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 2 ഇംഗ്ലീഷ് പ്ലാന്റർമാർ ഒരു ഓഫറുമായി വന്നു. ഇടുക്കിയിലെ പാമ്പാടുംപാറയിൽ ഒരു എസ്റ്റേറ്റിൽ അവർ മർഫിക്ക് നൽകിയത്. അവർ ഏലച്ചെടികൾ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ആ എസ്റ്റേറ്റിൻ്റെ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ കാർഡമൻ എസ്റ്റേറ്റാക്കി മർഫി സാഹിബ് അത് വളർത്തി. അത് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളർത്തി. 2-ാം മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ റബ്ബറിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചത് മർഫി സാഹിബ് മനസ്സിലാക്കി. അതേസമയം തന്നെയാണ് ഇന്ത്യ മുഴുവൻ റെയിൽവേ നെറ്റ്വർക്ക് വികസിപ്പിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചത്. റബ്ബറിൻ്റെ അനന്തര സാധ്യതകൾ മനസ്സിലാക്കിയ മർഫി സാഹിബ് 1902 മറ്റു 3 പ്ലാന്റർമാരുമായി പെരിയാർ സിൻഡിക്കേറ്റിൻ്റെ കമ്പനി ആരംഭിച്ചു. ആലുവയ്ക്കടുത്ത് പെരിയാറിൻ്റെ അടുത്ത് പാലമറ്റത്തായിരുന്നു കേരളത്തിലെ ആദ്യത്തെ റബ്ബർ പ്ലാന്റേഷൻ. 1904 മർഫി സ്വന്തമായി മുണ്ടക്കയം ഭാഗത്ത് കുഞ്ഞാർ രാജവംശത്തിന് കീഴിലുള്ള കൊടുങ്കാട് നിറഞ്ഞ പ്രദേശം പാട്ടത്തിനെടുത്തു. മർഫിയും തൊഴിലാളികളും കൂടി വന്യജീവികൾ നിറഞ്ഞ കൊടുങ്കാട് റബ്ബർ എസ്റ്റേറ്റാക്കി മാറ്റിയെടുത്തു. ഈ ഭാഗം പിന്നീട് ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ റബ്ബർ എസ്റ്റേറ്റായി അറിയപ്പെട്ടു. ഈ പ്രദേശമാണ് ഇന്നത്തെ ഏന്ത്യാർ എന്നറിയപ്പെടുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ഏൻ തയ്യാർ എന്ന തമിഴ് വാക്കിൽ നിന്ന് എൻ്റെ അമ്മ എന്ന പേരാണ് ഈ പ്രദേശത്തിന് മർഫി നൽകിയത്. പിന്നീട് ഏന്ത്യാർ ആയാൽ മതി. മർഫി തമിഴ്, മലയാളം നന്നായി സംസാരിക്കാൻ അറിയാമായിരുന്നു. 1915 മർഫി ഈ പ്രദേശങ്ങളിൽ വിജയകരമായി തേയിലത്തോട്ടം ആരംഭിച്ചു. ഇന്ത്യയിലെ ഒരു പോപ്പുലർ പ്ലാന്ററായി മർഫി പിന്നീട് അറിയപ്പെട്ടു. തൊഴിലാളികളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും ജീവിത നിലവാരത്തിനും വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു വെള്ളക്കാരനുണ്ടായിരുന്നു എന്നത് സംശയമാണ്. ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയ മർഫി സ്കൂളുകളും ഹോസ്പിറ്റലുകളും സ്ഥാപിച്ചു. നന്മ നിറഞ്ഞ ഐറിഷുകാരനെ നാട്ടുകാർ മർഫി സാഹിബ് എന്ന് വിളിച്ചു. 1924 ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ റിസർച്ച് സെൻ്ററായ മൈക്കോളജി മുണ്ടക്കയത്ത് സ്ഥാപിച്ചു. മർഫി സാഹിബ് അയർലൻഡിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏന്ത്യാറിനെയും മുണ്ടക്കയത്തെയും മലയോര ഗ്രാമങ്ങളുമായിരുന്നു. യഥാർത്ഥത്തിൽ രാജവാഴ്ചയുടെ കാലത്ത് ഒരു വിദേശി നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ഹൃദയം കവർന്ന കഥയാണ് മർഫി സാഹിബിൻ്റേത്. 1938 അവസാനമായി മർഫി UK-യിലും അയർലൻഡിലും സന്ദർശനം നടത്തിയത്. റിട്ടയർമെൻറ്റിന് ശേഷം ഇന്ത്യയിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അത്രമേൽ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും ഇഷ്ടപ്പെട്ടിരുന്നു. തൻ്റെ ജീവിതം അവസാനിക്കുന്നത് താൻ ആദ്യമായി എസ്റ്റേറ്റ് ആരംഭിച്ച ഏന്ത്യാറിൽ തന്നെ വേണമെന്ന് അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. തൻ്റെ തൊഴിലാളികളുടെ ഇടയിൽ താമസിച്ച് മരിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ആ മനുഷ്യൻ്റെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും ചിന്തകളാണ് കാണിച്ചിരുന്നത്. 1952 17 ലക്ഷം രൂപയ്ക്ക് കല്ലുവയൽ കുടുംബത്തിന് തൻ്റെ എസ്റ്റേറ്റ് മർഫി സാഹിബ് കൈമാറ്റം ചെയ്തു. വിറ്റുകിട്ടിയ മിക്കവാറും തുക തന്നോടൊപ്പം നിരന്തരം അധ്വാനിച്ച തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനത്തിനായി വിനിയോഗിച്ചു. 1957 മെയ് 9 85-ാം വയസ്സിൽ നാഗർകോവിലിലെ ആശുപത്രിയിൽ മർഫി സാഹിബിൻ്റെ സംഭവവികലമായ ജീവിതത്തിന് തിരശ്ശീല വീണു. അവസാന കാലത്ത് സ്ട്രക്ചറിൽ കിടന്നുപോലും അദ്ദേഹം തൊഴിലാളികളെ സന്ദർശിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഏന്ത്യാറിലെ തൊഴിലാളികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ശ്മശാനത്തിൽ മർഫി സാഹിബിനെ അടക്കം ചെയ്തു. ഏന്ത്യാറിന് 5 കിലോമീറ്റർ അകലെ മാത്തുമല എന്ന വിജനമായ സ്ഥലത്ത് മർഫി സാഹിബിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു. മാറി മാറി വരുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ മർഫി സാഹിബിനെ മറന്നെങ്കിലും നാട്ടുകാരും തൊഴിലാളികളുടെ മനസ്സിൽ ആ വലിയ മനുഷ്യൻ്റെ സ്ഥാനം വലുതാണ്. ഒരു റബ്ബർ മരമെങ്കിലും ഉള്ളവൻ ഓർമ്മിക്കണം കടൽ കടന്നെത്തിയ ഈ ഐറിഷുകാരന്. പള്ളി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മർഫി സാഹിബിൻ്റെ കഥകൾ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. മർഫി സാഹിബിൻ്റെ ജീവിതം അവർക്ക് പ്രചോദനമാവും. ഒരു സ്മാരകം പോലും പണിയാതെ പള്ളി സെമിത്തേരിയിൽ തകർന്നു കിടക്കുന്ന മർഫി സാഹിബിൻ്റെ കബറിടം മലയാളികളുടെ നന്ദികേടിൻ്റെ മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ്.